ആരാവലി പർവ്വതനിരയുടെ അവസാന ഭാഗത്തിനും യമുനാ നദിക്കുമിടയിൽ വാതിൽപ്പടി എന്ന അർത്ഥം വരുന്ന ദേഹലി എന്ന ഗ്രാമമാണ് ദില്ലി എന്ന് അന്വേഷകനായ ഇടമറുക് പറയുമ്പോൾ, പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ തുടങ്ങി ഷാജഹാന്റെ ഷാജഹാനാബാദ് ആയിട്ടും ബ്രിട്ടീഷുകാർ പണിത നഗരത്തിന് അവർ ദേഹലി അഥവാ ഡൽഹി എന്ന പേര് കൊടുത്തത് അവരതിന്റെ അർത്ഥം മനസ്സിലാക്കിയതിനാൽ ആകാമെന്ന് നോവലിസ്റ്റും ചിന്തകനുമായ ആനന്ദ് പറയുന്നു. ഇവിടെ യുക്തിയെ പിന്തുടരുന്ന വിശ്വാസങ്ങളും യുക്തിക്കെളുപ്പം വഴങ്ങാത്ത ചരിത്രവും ദില്ലി എന്ന വാതിൽ വിളക്കിന്റെ അപ്പുറവും ഇപ്പുറവും ഇപ്പോഴും നിന്ന് കത്തുന്നുണ്ട്. ദില്ലി സോമവംശ രാജാക്കന്മാരുടെ തലസ്ഥാനം. പുരാവൃത്തങ്ങളിലൂടെ സഞ്ചരിച്ച് പാണ്ഡവ രാജധാനിയുടെ ആത്മാവിനെ കണ്ടെത്തി തിരുമുൽക്കാഴ്ചകൾ അർപ്പിക്കാനായി പിന്മുറക്കാർ എത്തുന്നത് ഈ വലിയ കോട്ടകളിലും ക്ഷേത്ര പരിസരങ്ങളിലുമാണ്. ദുർമോഹങ്ങൾ നീങ്ങിയാൽ പ്രജകൾക്ക് മരണമില്ലാതാകും എന്ന് പഠിപ്പിച്ച സോമവംശത്തിലെ രാജാക്കന്മാരുടെ അനുയായികളിൽ ചിലരെയെങ്കിലും ഇപ്പോഴും ഈ കാളിന്തിയുടെ തീരത്ത് കാണാം. ദുർമോഹങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനായി അവർ യമാന്തകനെ തേടി യമുനാ തീരത്തെ ഈ പുരാണ ഭൈരവ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. പിശാചുക്കളിൽ നിന്ന് ദേവന്മാരെ രക്ഷിച്ച ചടുല ദേവതയായ ശൈവമൂർത്തിക്ക് നൽകാൻ സപ്തധാതുക്കളിലൊന്നായ റാക്ക് അഥവാ കള്ളിനു പകരം മാർക്കറ്റിൽ ലഭ്യമായ വിദേശ മദ്യവുമേന്തി ശുഭകർമ്മങ്ങൾക്കായി കാത്തുനിൽക്കുന്നു. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥിയിൽ കയ്യിൽ മദ്യത്തിനു പകരം ക്യാമറയുമായി ഞങ്ങൾ ആനന്ദത്തിന്റെ രസസാമ്രാട്ടിനെ ദർശിക്കാനായി ഉറക്കമില്ലാത്ത രാത്രിയിലൊന്നിൽ അവരോടൊപ്പം വരിചേർന്ന് നിന്നു. ബുദ്ധിയും അറിവും ലഭിക്കാനായി കള്ളും കഞ്ചാവും ഉപയോഗിച്ച് കലാപിയെ കാണുവാനും ജീവാത്മാവിനെയും പരമാത്മാവിനെയും സ്വരൂപിക്കാനുമായി കള്ളും കർപ്പൂരവുമേന്തി ഭക്തിയോടെ നിന്നു. ഇഷ്ടവും രുചിയും സ്നേഹവും വിഷച്ചാറിലൂടെ ആസ്വദിക്കുന്ന മനോവികാരങ്ങൾ മനോഹരമായി ഒത്തുചേരുന്ന രസതന്ത്രം ഞങ്ങൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. ദില്ലിയിലെ ബസ് സ്റ്റോപ്പിലും പരിസരത്തും ദില്ലി സർക്കാരിന്റെ ഭീഷണി നിറഞ്ഞ പോസ്റ്ററുകൾ കാണാമായിരുന്നു. പാർക്കിലോ വാഹനത്തിലോ ഇരുന്ന് മദ്യപിച്ചാൽ ശിക്ഷ 5000 രൂപ. സാവധാൻ. വെറുതെ ഒരു സംശയം. സംശയിക്കാമോ എന്നറിയില്ല. അമ്പലത്തിലിരുന്ന് മദ്യപിക്കുന്നവർക്ക് എന്താണ് ശിക്ഷ? ബോലോ ബം 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 ഭോലെ ബം ഭോലെ.